അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വർണത്തിന്റെ വില അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വില കൂടുമ്പോൾ ഒരു കാര്യം നാം ചർച്ച ചെയ്യണം. മറ്റൊന്നുമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പലപ്പോഴും വില നിർണയിക്കുന്നത് സ്വർണത്തിന്റെ വിലക്കനുസരിച്ചാണ്, ശതമാനത്തിനനുസരിച്ചാണ്. ഒരു വള നാം വാങ്ങുമ്പോൾ, അതല്ലെങ്കിൽ ഒരു മോതിരം നാം വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ മറ്റു വല്ല ആഭരണങ്ങളോ നമ്മൾ വാങ്ങുമ്പോൾ ഓരോന്നിനും വിലകൾ ഉണ്ടാകുമല്ലോ, അഥവാ അതിന്റെ പണിക്കൂലി. ആ പണിക്കൂലി നമ്മിൽ നിന്ന് ജ്വല്ലറിക്കാർ ഈടാക്കുന്നത് സ്വർണത്തിന്റെ വില എത്രയാണോ അതിന്റെ നിശ്ചിത ശതമാനമാണ്. ഇത് പലപ്പോഴും ഉപഭോക്താക്കൾക്ക് വളരെ നഷ്ടങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സ്വർണത്തിന്റെ വില അതിശീഘ്രം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആഭരണങ്ങളുടെ പണിക്കൂലി ഇനി അത് സ്വർണത്തിന്റെ ശതമാന നിരക്കിൽ നിന്ന് പകരമായി ആ സ്വർണത്തിന്റെ അതല്ലെങ്കിൽ ആ ആഭരണത്തിന് എത്രയാണോ പണിക്കൂലിയുള്ളത് അത് ഈടാക്കുന്നതിലേക്ക് സമ്പ്രദായം കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവിടെ ഇത്തരുണത്തിൽ ഉണർത്താനുള്ളത്. ഒരു മാലയാണെങ്കിൽ ആ മാലയ്ക്ക് ഒരു പക്ഷേ 2000 രൂപയാണ് പണിക്കൂലിയെങ്കിൽ, ഒരു മോതിരത്തിന്റെ പണിക്കൂലി 500 രൂപയാണെങ്കിൽ 500 രൂപ ഈടാക്കണം. അതല്ലാതെ സ്വർണത്തിന്റെ വിലയുടെ ശതമാനം അനുസരിച്ച് ആക്കരുത്. ഈ ഒരു ശബ്ദം, ഈ ഒരു വിഷയം പൊതുസമൂഹം ഏറ്റെടുക്കണം. എല്ലാവരും ഇതിനു വേണ്ടി ശബ്ദിക്കണം എന്ന് ഉണർത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.